ഒരു സുന്നത്തിനെയും എതിർക്കരുത് മുസ്ലിങ്ങളെ. ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും സുന്നത്തിനെ എതിർക്കരുത് കേട്ടോ. നിങ്ങൾ ചെയ്യുന്നവരല്ലെങ്കിലും ലാഘവത്തോടെ കാണരുത് കേട്ടോ. അതിന്റെ പ്രതിഫലം, അതിന്റെ പ്രതികാരം, അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തിനോട് എതിർക്കുന്നതിന്റെ പ്രതികാരം അപ്പോൾ തന്നെ കിട്ടുമെന്നല്ലേ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചത്. ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. സൂറത്തുൻ നൂറിലൂടെ അള്ളാഹു പഠിപ്പിച്ചു, നബി തങ്ങളെ കൽപ്പനയ്ക്ക് ധിക്കാരം ചെയ്യുന്ന ആളുകൾ അവർ സൂക്ഷിച്ചോളണം. അൻ തുസീബഹും ഫിത്ന, ജീവിതം താറുമാറായി പോകും, ജീവിതത്തിൽ പരീക്ഷണം വന്നു പോകും, മക്കളിൽ പരീക്ഷണം വന്നു പോകും, സമ്പത്തിൽ പരീക്ഷണം വന്നു പോകും. ഔ യുസീബഹും അദാബുൻ അലീം. ഇവിടെ മാത്രമല്ല, പരലോകത്ത് കടുത്ത വേദനിപ്പിക്കുന്ന ശിക്ഷ വരും. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ കൽപ്പിച്ചതിന് എതിര് ചെയ്യാൻ പാടില്ല, എതിര് പറയാൻ പാടില്ല. നിനക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു സുന്നത്തിനെയും എതിർത്തുകൂടാ. അതിന്റെ ഭൗതികമായ വീക്ഷണം വെച്ചുകൊണ്ട് നീ ചോദ്യം ചെയ്തുകൂടാ. അത് യുക്തിഭദ്രമല്ലെന്ന് പറഞ്ഞുകൂടാ. നിന്റെ ബുദ്ധിക്കൊരു പക്ഷേ യോജിക്കുന്നില്ലെങ്കിലും അങ്ങനെ ഒരു സുന്നത്തുണ്ടെന്നുള്ളത് നീ അങ്ങ് അംഗീകരിച്ചോളണം. കാരണം ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാൻ, ഏറ്റവും വലിയ ജ്ഞാനി, ഏറ്റവും വലിയ ഇൽമുള്ള ആള്, ഏറ്റവും വലിയ അമലുള്ള ആള് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാര്യത്തെ നിന്റെ ഈ ചെറിയ ബുദ്ധി കൊണ്ട് അളക്കാനും ചോദ്യം ചെയ്യാനും അവകാശമില്ല. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള ആള് ഞാനാ. അള്ളാഹുവിനെ ഏറ്റവും അധികം വഴിപ്പെട്ട ആള് ഞാനാണ്, ഏറ്റവും അധികം പേടിച്ച ആള് ഞാനാണ്. അപ്പൊ ആ നബിതങ്ങളെ വാക്കും പ്രവൃത്തിയും ചോദ്യം ചെയ്യാൻ പറ്റൂല, എതിർക്കാൻ പറ്റൂല.